2-3 ആളേ ഉള്ളൂ. കോൺഗ്രസ് നിന്ന് പോയതിൽ വലിയ ദുഃഖമുണ്ട് ഇപ്പോൾ. എനിക്കിനിപ്പോൾ ഒരു ദുഃഖമില്ല. ഐ എം ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ്. അതായത് കോൺഗ്രസ് നിന്ന് പോവുകയും ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ താങ്കളെ പോലുള്ള വലിയ നേതാവ് അത് സ്വന്തം സ്ഥലത്ത് സ്വന്തം വാർഡിൽ തോറ്റുപോകുന്ന ഒരു രൂപത്തിലേക്ക് പോയത് ഇടതുപക്ഷം ചതിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇനി ഒരു നിലപാട് എന്താണ്? അങ്ങനെ ഇടതുപക്ഷം ചതിച്ചുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയില്ല. പ്രാദേശിക CPM-ന്റെയും കൂടി ഒരു പങ്കാളിത്തം അതിൽ ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഞാൻ CPM-ന്റെ നേതാക്കന്മാരെ അറിയിച്ചു. CPM-ന് കൂടെ നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ചതിക്കുക എന്ന് പറയുമ്പോൾ അത് തെറ്റന്നല്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ലേ? അവരുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൂടി AV ഗോപിനാഥനെ തോൽപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചില ആളുകൾ പ്രാദേശികമായ ചില വിഷയങ്ങളെ കൊണ്ട് അത്ര അതിലും തെറ്റില്ല. കാരണം അത്ര വലിയ പോരാട്ടം നടന്നൊരു സ്ഥലമാണ്. CPM-നെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ CPM-കാർ ഗോപിയേട്ടനെ ജയിപ്പിക്കാനുള്ള താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, വലിയ പോരാട്ടങ്ങൾ നടന്നൊരു പഞ്ചായത്തിൻ്റെ അകത്ത് അടുക്കാൻ കഴിയാത്ത മനസ്ഥിതിയുള്ള പലരെയും കണ്ടേക്കാം. അവർ ചിലത് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ BJP CPM ചെയ്തല്ലോ. BJPക്ക് 300 വോട്ടുള്ള ഒരു വാർഡിൽ 130 വോട്ടാണ് കിട്ടിയത്. ബാക്കി എവിടെ വോട്ട് പോയി എന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് 10-600 വോട്ടുള്ള സ്ഥലത്ത് വലിയൊരു സാമുദായിക പ്രശ്നമുണ്ടായി. ആ സാമുദായിക പ്രശ്നം ആ സമുദായത്തിനെ ഒന്നിപ്പിക്കുകയും നമുക്കെതിരായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. അതുകൊണ്ടല്ലേ തോറ്റുപോയി. അതായത് ഇപ്പോൾ ഈ താങ്കൾ CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ തീരുമാനിച്ചപ്പോഴും താങ്കളെ ആ ഒരു പഴയ കോൺഗ്രസിന്റെ കണ്ണിലൂടെ തന്നെ കണ്ട് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഇതാക്കുന്ന അവരുമായിട്ട് ഇപ്പോഴും ഒരു നല്ല ബന്ധത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലേ? അത് കുറച്ച് പേരുമായിട്ട്. അങ്ങനെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു എന്ന് പറയാൻ, പ്രവർത്തകർ ചെയ്തു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ചില ആളുകൾ, കുറച്ച് ആളുകളെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ